എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 132-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഇഹ ത്വഷ്ടാരമഗ്രിയം വിശ്വരൂപമുപഹ്വയേ അസ്മാകമസ്തു കേവല. അന്വയം: അഗ്രിയം വിശ്വരൂപം ത്വഷ്ടാരം ഇഹ കർമ്മണി ഉപഹ്വയേ സ അസ്മാകം കേവല അസ്തു. അതാണ് ഇതിൻ്റെ അന്വയം. അഗ്രിയം ശ്രേഷ്ഠമായിട്ടുള്ള, അഗ്രജനായിട്ടുള്ള, ഒന്നാമനായിട്ടുള്ള എന്നർത്ഥം. ശ്രേഷ്ഠനായിട്ടുള്ള വിശ്വരൂപം, ബഹുവിധത്തിലുള്ളതായ രൂപങ്ങൾ. ത്വഷ്ടാരം, ത്വഷ്ടാവ് എന്ന അഗ്നിമൂർത്തി. ഇഹ ഉപഹ്വയേ, ഇവിടേക്ക് വിളിക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു. അസ്മാകം, ഞങ്ങൾക്ക്. കേവല അസ്തു, മറ്റുള്ള യജമാനന്മാരെ അപേക്ഷിച്ച് അത്യധികം അനുഗ്രഹമുള്ളവനായിട്ട് ഭവിക്കട്ടെ, മറ്റുള്ളവരെക്കാൾ പ്രിയപ്പെട്ടവരായിട്ട് ഭവിക്കട്ടെ ഞങ്ങൾ അഗ്നിദേവന്. അഗ്നിദേവനെ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ത്വഷ്ടാരം എന്നു പേരുള്ള, ത്വഷ്ടാവ് എന്നു പേരുള്ള അഗ്നിദേവനെയാണ് യാഗവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അങ്ങനെയുള്ള ത്വഷ്ടാവ് എന്ന അഗ്നിദേവൻ ശ്രേഷ്ഠനും ബഹുവിധ രൂപത്തോടു കൂടിയവനും ആയ അഗ്നിദേവൻ ഞങ്ങൾക്ക് ആ അഗ്നിദേവനെ ഞങ്ങൾ ഈ യാഗവേദിയിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പൂർണ്ണാനുഗ്രഹങ്ങൾ നൽകാൻ വേണ്ടിയിട്ട്. അഗ്നിദേവന്റെ പൂർണ്ണാനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് യാഗവേദിയിലേക്ക് ത്വഷ്ടാവ് എന്ന അഗ്നിദേവനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്, ആഹ്വാനം ചെയ്യുന്നത്. അതാണ് ഈ മന്ത്രത്തിന്റെ സാരം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.